ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, നല്ലപോലെ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു മോർണിംഗ് റുട്ടീൻ വീഡിയോയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. പാത്തോന് സ്കൂൾ അടച്ചതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല പോലെ മടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പാത്തോനും പനി വന്നു. ആ പനി മാറിയപ്പോഴത്തേക്കും വീണ്ടും ക്ഷീണം കാരണം ഒന്നുകൂടെ മടിച്ചായി. അങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ പ്ലാൻ ചെയ്യുന്ന പോലെയൊന്നും കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതുപോലെ എനർജറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ടോ ഒന്നുമല്ല എൻ്റെ കാര്യങ്ങൾ പൊക്കോണ്ടിരുന്നത്. എല്ലാം ആ ഒരു മടി പിടിച്ചിട്ട്, അതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോസ് ആണെങ്കിലും കറക്റ്റായിട്ട് ഇടുന്നില്ല. എല്ലാം എന്നാ പറയുന്ന എല്ലാം ഒരു മാറ്റം വന്നു എൻ്റെ രാവിലത്തെ റുട്ടീൻ മാറിയപ്പോൾ തന്നെ. അപ്പോൾ ഇനിയിപ്പോൾ അത് ശരിയാവത്തില്ല, വീണ്ടും പഴയ രീതിയിലേക്ക് വരണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ വീണ്ടും നേരത്തെ എഴുന്നേറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോടും എപ്പോഴും പറയുന്ന കാര്യമാണ്, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ പറയുകയാണ്, രാവിലെ നേരത്തെ എണീറ്റ് നമ്മൾ ജോലികൾ തീർക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടും എനർജറ്റിക് ആയിട്ടും നമുക്ക് ഓരോ ദിവസങ്ങളും കൊണ്ടുപോകാനായിട്ട് പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ലേസി ആയിട്ട് പോകും കേട്ടോ. അപ്പോൾ അപ്പത്തിൻ്റെ മാവ് അരച്ച് വെച്ചിരുന്നതൊന്ന് ഇപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ട് പുളിച്ച് നന്നായിട്ട് പൊങ്ങി വന്നായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പൊങ്ങി വന്നതൊക്കെ ഒന്ന് തുടച്ച് മാറ്റി എല്ലാം ക്ലീനാക്കി ഒന്ന് വെക്കുമായിരുന്നു. പിന്നെ എനിക്ക് പറയാനായിട്ടുള്ളത്, നേരത്തെ നമ്മൾ രാവിലെ എഴുന്നേൽക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ ഉറങ്ങാനായിട്ട് ശ്രമിക്കണം. നേരത്തെ ഉറങ്ങാനായിട്ട് ശ്രമിക്കുന്നത് മാത്രമല്ല, നമ്മൾ രാത്രിയിൽ ലൈറ്റായിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ എത്രയും നേരത്തെ നമ്മൾ ഡിന്നർ കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ലൈറ്റായിട്ട് കഴിച്ചിട്ട് കിടക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അലാറമൊക്കെ എല്ലാവരും വെക്കുന്നതായിരിക്കും, പക്ഷേ അലാറം അടിക്കുന്ന സമയത്ത് നമ്മളത് സ്നൂസ് ചെയ്തിട്ട് വീണ്ടും കിടക്കും. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അലാറം സെറ്റ് ചെയ്തിട്ട് നമ്മൾ എണീറ്റ് പോയി ഓഫ് ചെയ്യുന്ന എവിടെയിട്ടെങ്കിലും മാറ്റി വയ്ക്കുക. നമ്മൾ കിടക്കുന്നിടത്ത് തന്നെ നമ്മുടെ കിടക്കയുടെ അടിയിലോ അല്ലെങ്കിൽ കട്ടിലിൻ്റെ സൈഡിലോ വെക്കാതെ കുറച്ച് മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മൾ എണീറ്റ് അത് ഓഫ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഉറക്കം പോകും. അതുപോലെ തന്നെ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മോർണിംഗ് റുട്ടീൻ ഫോളോ ചെയ്യുക. നമ്മൾ തലേന്ന് തന്നെ ചെയ്ത് വെക്കാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ എണീക്കാനായിട്ട് മടി തോന്നത്തില്ല. ഒരുപാട് ജോലി ഉള്ളപ്പോഴാണ് നമുക്ക് മടി തോന്നുക. സമയം നമ്മളെല്ലാം രാത്രി തന്നെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ നമ്മൾ നല്ല കൂളായിട്ട് സ്ട്രെസ് ഇല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ജോലികൾ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മോർണിംഗ് റുട്ടീൻ നല്ല ഈസി ആക്കാം. ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലും വീട്ടമ്മമാർക്കാണെങ്കിലും എല്ലാവർക്കും നമ്മുടെ വീട്ടിലെ ജോലികൾ ഈസി ആയിട്ട് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഞാൻ മടി പിടിച്ചിരുന്നത് മടിയൊക്കെ മാറ്റി പതുക്കെ വീണ്ടും പഴയ റുട്ടീനിലേക്ക് വന്നിട്ടുണ്ട്. എന്നെപ്പോലെ മടി പിടിച്ച് ഇരിക്കുന്നവർ വീണ്ടും നിങ്ങളുടെ നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു റുട്ടീനിലേക്ക് തിരിച്ചു വരണം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയപ്പം രാവിലത്തെ കുറേ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മെഴുക്കുരട്ടി വെക്കാനായിട്ട് ക്യാരറ്റും ബീറ്റ്റൂട്ടും ഒക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു തലേന്ന് തന്നെ ഫ്രിഡ്ജിൽ. അപ്പോൾ അത് മെഴുക്കുരട്ടി വെക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ മുട്ടയൊക്കെ പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. ദിനുവാണെങ്കിലും എണീറ്റ് റെഡിയായിട്ട് ജിമ്മിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം മെഴുക്കുരട്ടി ക്യാരറ്റും ബീറ്റ്റൂട്ടും തലേന്ന് അരിഞ്ഞ് വെച്ചുകൊണ്ട് രാവിലെ നല്ല ഈസി ആയിരുന്നു. അതുപോലെ സവോളയാണെങ്കിലും കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് എണ്ണ ഒഴിച്ച് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയും കൂടി ഇട്ട് വഴറ്റി അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾസും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ മെഴുക്കുരട്ടിയുടെ പരിപാടി അവിടെ കഴിഞ്ഞ് പിന്നെ അതുപോലെ തലേന്ന് തന്നെ റൈസ് കുക്കറിൽ അരി തിളപ്പിച്ച് നമ്മളൊരു 10-20 മിനിറ്റ് തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് എളുപ്പം റെഡിയാക്കി കിട്ടും. ഒന്നുകൂടെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ചോറ് റെഡിയാവും കേട്ടോ. പിന്നെ ഞാൻ രാവിലത്തെ ACV കുടിക്കുകയാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് ഡയറ്റൊന്നും ഫോളോ ചെയ്യാതെ കുറച്ചൊക്കെ വെയിറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഡയറ്റ് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ പതുക്കെ ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ രാവിലത്തെ ACV ഒക്കെ കുടിച്ച് ഞാൻ അവിടെ ഇരുന്നപ്പോഴത്തേക്കും അമ്മയാണെങ്കിൽ കറി വെക്കാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ അമ്മയുടെ ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് റെസിപ്പിയും കൂടെ ഷെയർ ചെയ്യാം. ഞാൻ ഇതുവരെ ഈ ഒരു കറി വെച്ചിട്ടില്ല, പക്ഷേ നിങ്ങൾ പലരും വെച്ചിട്ടുള്ളതായിരിക്കും. ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് വെള്ളരിക്കയും അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങയ്ക്കയും മാങ്ങയും കൂടി ഇട്ടിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ വെള്ളരിക്കയും മുരിങ്ങയ്ക്കയും തലേന്ന് തന്നെ നമ്മൾ കട്ട് ചെയ്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മീഡിയം വെള്ളരിക്കയുടെ ഒരു ഹാഫ് പോർഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 2 പച്ചമുളകും കൂടെ അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കുക. അപ്പോൾ ഇത് ചട്ടിയിലാണ് അമ്മ ഇന്ന് ഈ കറി വെക്കാനായിട്ട് പോകുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അമ്മ ഇത് അടുപ്പിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്കും ദിനുവിനും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കറി. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ച് അത് വെള്ളരിക്കയും മുരിങ്ങയ്ക്കയും നന്നായിട്ട് വെന്ത് വരണം. അതിനായിട്ട് അതൊന്ന് വേവാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ അത് മൂടി വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത് വേവിക്കാം. അപ്പോൾ ഇപ്പുറത്താണെങ്കിലും നമ്മുടെ ചോറ് അവിടെ റെഡിയാവുന്നുണ്ട്. അപ്പം ഓരോ അടുപ്പിലും ഓരോന്ന് കഴിയും തോറും ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എളുപ്പം നമ്മുടെ പണികൾ തീരുമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ആ കറിയിലേക്ക് വേണ്ട തേങ്ങയും ജീരകവും കൂടെ ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു ഗ്ലാസ്സോളം തേങ്ങ എടുത്തിട്ടുണ്ട് ചിരകിയത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നിറച്ചില്ല, അതിലും കുറച്ച് കുറവായിട്ട് ജീരകം കൂടെ എടുത്തിട്ടാകുമ്പോൾ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ അമ്മ അങ്ങനെ അത് അരച്ചെടുക്കുന്നുണ്ട്. ഞാനാണെങ്കിലും മെഴുക്കുരട്ടി ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ വെള്ളരിക്കയും മുരിങ്ങയ്ക്കും ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് മാങ്ങ അമ്മ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മാങ്ങ നേരത്തെ ഇടാഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാങ്ങ നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ ഈ നമ്മുടെ വെള്ളരിക്കും മുരിങ്ങയ്ക്കൊക്കെ വേകാനായിട്ട് ഒരുപാട് സമയം എടുക്കും. അതേസമയം ഇതെല്ലാം വെന്തതിന് ശേഷം മാങ്ങ ഇടുകയാണെന്നുണ്ടെങ്കിൽ മാങ്ങ എളുപ്പം വേവുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് ഇട്ടാൽ മതി എന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ മാങ്ങയൊക്കെ ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ മാങ്ങ വേകാനായിട്ട് നമ്മളതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യണം. ഒരു 3-4 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ആ ഒരു മാങ്ങ നന്നായിട്ട് കുക്കായി കിട്ടും കേട്ടോ. അപ്പോഴേക്കും ബീട്രൂട്ടും ക്യാരറ്റും കൂടെ ഉള്ള മെഴുക്കുരട്ടി നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട്. അതങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പേസ്റ്റാക്കി വെച്ചിരുന്ന തേങ്ങയും ജീരകവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ തേങ്ങയുടെ അരപ്പ് കുറച്ചൊന്ന് കുക്കായി വരണം. ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് മാറി കിട്ടണം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാൻ, നിങ്ങൾക്ക് എത്രത്തോളം വെള്ളം വേണോ അതനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് മൂടി വയ്ക്കുക. എന്നിട്ട് ഇത് ഒരുപാട് തിളക്കരുത് കേട്ടോ. തിളയ്ക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. അങ്ങനെ അത് ചൂടായി ഒന്ന് തിള വരുന്ന സമയത്ത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് കടുക്, അതുപോലെ വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും നമ്മളൊന്ന് പൊട്ടിച്ചിട്ട് അതൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതുപോലെ ഉപ്പ് നോക്കുക. അപ്പോൾ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ കടുകൊക്കെ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. ഇപ്പോൾ കറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കറി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എന്തായാലും ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. അപ്പം അതങ്ങനെ ഉണ്ടാക്കി കറി രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇന്ന് അപ്പവും മുട്ടക്കറിയാണ്. അപ്പോൾ പാത്തു തലേന്നേ പറഞ്ഞാൽ എനിക്ക് എഗ്ഗ് സ്റ്റൂ പോലെ വെച്ച് തന്നാൽ മതിയെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 3 മീഡിയം സൈസ് സവോള കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് സവോള ഇട്ട് വഴറ്റുകയാണ്. അപ്പോൾ സവോള ജസ്റ്റ് ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഒരു 3/4 ടീസ്പൂണുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി അതിൻ്റെയൊക്കെ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറുന്നിടം വരെ വഴറ്റിയതിന് ശേഷം ഒരു മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ ക്യൂബ് പോലെ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ടൊന്ന് കുക്കായി വരണമല്ലോ. അപ്പോൾ അതിന് നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഇത് നല്ലതായിട്ട് കുക്കാകുന്നിടം വരെ നമുക്ക് ഈ ഒരു സവാളയൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് വഴറ്റി കൊടുക്കുക. അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതൊന്നും അവിടെ ഇരുന്ന് കുക്കായി വരട്ടെ. അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്ന് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ആവുന്ന പാത്രങ്ങൾ അപ്പോൾ ആവുന്ന പാത്രങ്ങൾ അന്നേരം തന്നെ ഒന്ന് കഴുകി മാറ്റുന്നതും കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കിച്ചൺ നല്ല നീറ്റായിട്ടും ഇരിക്കും. അപ്പോൾ ചോറ് റെഡി ആയപ്പോഴത്തേക്കും അതൊന്ന് വാർത്തിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ കിച്ചൺ ക്ലീൻ ചെയ്തും കൂടെ പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അവസാനം വരുമ്പോൾ നമുക്ക് അധികം ഒരു ജോലി ഉണ്ടാവത്തില്ല. പിന്നെ ഇന്നിപ്പം നമ്മൾ ഉണക്ക കൊഞ്ച് ചമ്മന്തിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള കൊഞ്ച് ഞാൻ വറക്കുമായിരുന്നു. അപ്പോഴേക്കും ഇതാ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ ഒന്ന് കുക്കായി വന്നതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ഇടുന്ന ഒരു മസാല എന്ന് പറയുന്നത് ഇതിലേക്ക്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കാം. ആ പൊടികളുടെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. വേറെ ഒരു മസാലയും നമ്മൾ ഈ ഒരു മുട്ടക്കറിയിലേക്ക് ചേർക്കുന്നില്ല. അങ്ങനെ പൊടികളെല്ലാം വഴറ്റിയതിന് ശേഷം അതിലേക്ക് 1.5 കപ്പ് ഞാൻ 2ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങാപ്പാലാണ് നമ്മൾ ഈ ഒരു മുട്ടക്കറി റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ 1.5 കപ്പോളം തേങ്ങാപ്പാൽ 2ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ അത് മിക്സ് ചെയ്ത് റെഡിയായി വന്നപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് മുട്ട നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട തോടൊക്കെ കളഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മുട്ടയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് 1ാം പാൽ ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കുക. ഉപ്പ് എരിവൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പച്ചമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് ഇതിലേക്ക് ഒരു 1/2 കപ്പോളം 1ാം പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. കാരണം ഇനിയിപ്പോൾ 1ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ തിളയ്ക്കണ്ട. എന്നിട്ട് ലാസ്റ്റ് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങും മുട്ടയും കൂടെയുള്ള കറി റെഡി ആയിട്ടുണ്ട്. എഗ് സ്റ്റൂ എന്ന് വേണമെങ്കിൽ പറയാൻ പാത്തു. ഇതിന് എഗ്ഗ് സ്റ്റൂ എന്നാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി കൊഞ്ച് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് പോകണം. ഉണക്കക്കൊഞ്ച് കൊണ്ട് ചമ്മന്തി. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കൈപ്പിടി ഉണക്കക്കൊഞ്ച് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അത്
വറുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തലയും വാലും എല്ലാം കളഞ്ഞ് വെച്ചിരുന്നതാണ്. അപ്പോൾ നമുക്ക് എളുപ്പമാണ്. അത് വറുത്ത കൂട്ടത്തിൽ തന്നെ നമ്മൾ വറ്റൽമുളക് 3-4 എണ്ണം വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എരിവിന് ആവശ്യത്തിന് നിങ്ങൾ എടുക്കുക. കൂട്ടത്തിലൊരു 3 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ കൊഞ്ചിൻ്റെ ടേസ്റ്റ് വേണം മുന്നിട്ട് നിൽക്കാനായിട്ട്, അതുകൊണ്ട് തേങ്ങ കുറച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മളിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ആദ്യം ഞാൻ ഈ ഒരു വറ്റൽമുളകും അതുപോലെ തന്നെ കൊഞ്ചും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കും. അതിനുശേഷം അതിലേക്ക് കൊച്ചുള്ളിയും തേങ്ങയും കൂടി ഇട്ട് വിപ്പ് ചെയ്ത് ചമ്മന്തി പരുവത്തിൽ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം മുളക് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ കൊഞ്ച് ചമ്മന്തി ഞാനവിടെ റെഡിയാക്കുന്ന സമയം കൊണ്ട് തന്നെ ദിനു ജിമ്മിൽ നിന്നൊക്കെ വന്നിട്ട് പിന്നെ കാപ്പി കുടിക്കണം. അതിനിടയ്ക്ക് കാപ്പിയൊക്കെ ഇട്ടായിരുന്നു. അങ്ങനെ ദിനു അവിടെ ഇരുന്ന് ബാൽക്കണിയിലൊക്കെ പോയി നിന്ന് കാപ്പി കുടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാനിത് ആ കൊഞ്ച് ചമ്മന്തി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പ്രത്യേകിച്ച് നോൺ വെജ് ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഈ ഒരു ചമ്മന്തി മാത്രം കൂട്ടി വേണമെങ്കിലും ചോറ് ഉണ്ണാനായിട്ട് പറ്റും. അപ്പോൾ ദിനുവിൻ്റെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട്. ചോറ്, അതുപോലെ അമ്മയുടെ സ്പെഷ്യൽ മുരിങ്ങയ്ക്കയും വെള്ളരിക്കയും ഒക്കെ ഇട്ടിട്ടുള്ള കറി, മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള കറി, പിന്നെ നമ്മൾ ഉണക്കക്കൊഞ്ച് ചമ്മന്തി, പിന്നെ മാങ്ങ അച്ചാറുണ്ട്, അതുപോലെ തന്നെ മെഴുക്കുവരട്ടി, ബീറ്റ്റൂട്ടും ക്യാരറ്റും കൂടെ മെഴുക്കുവരട്ടി, അതിൻ്റെ കൂട്ടത്തിൽ മുട്ടക്കറി ഉണ്ടാക്കിയത് കൂട്ടും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ദിനുവിന്. അങ്ങനെ മുട്ടക്കറി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പമാണെന്ന് പറഞ്ഞല്ലോ, അപ്പത്തിൻ്റെ മാവ് തലേന്ന് തന്നെ അരച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ദിനു ഓഫീസിൽ പോകാനായിട്ട് റെഡി ആകുന്ന സമയം കൊണ്ട് ഞാൻ അപ്പം ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പത്തിൻ്റെ റെസിപ്പി ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ്, ഞാൻ ഒരുപാട് തവണ കാണിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നെക്സ്റ്റ് ടൈം അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാ അപ്പം അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ദിനുവിന് വേണ്ടിയിട്ടുള്ള അപ്പം മാത്രമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ചൂടോടെയാണ് അപ്പം ഉണ്ടാക്കി കഴിക്കാനായിട്ട് ടേസ്റ്റ്. അപ്പോൾ ദിനുവിന് മുട്ടക്കറിയും അതുപോലെ അപ്പം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അവധി ആയതുകൊണ്ട് തന്നെ പാത്തു എഴുന്നേറ്റിട്ടില്ല. അവൾ ഭയങ്കരമായിട്ട് ചില ദിവസങ്ങളിൽ ലേറ്റ് ആവും, ചില ദിവസം നേരത്തെ എഴുന്നേക്കും കേട്ടോ. അപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല രാവിലെ എപ്പോൾ എഴുന്നേക്കും എന്നുള്ള കാര്യം. അങ്ങനെ എന്തിനും അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും പണികളൊക്കെ അത്യാവശ്യം തീർന്നല്ലോ, കുക്കിംഗ് ഒക്കെ തീർന്നു. അപ്പോൾ അങ്ങനെ അവിടെ വന്നിരുന്ന് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അപ്പോഴത്തേക്കും പാത്തു എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ദിനു പോകാൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും പാത്തു എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബൈ ഒക്കെ പറഞ്ഞ് ദിനു ഓഫീസിലേക്ക് പോയി. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകണം. പാത്തുവിനെ ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് റെഡിയാക്കി കൊണ്ട് വന്നായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഓട്സാണ്. എല്ലാം തലേന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഓട്സും ചിയാ സീഡും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ കൂടെ. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ കഴിക്കുകയാണ്. ഇവർക്ക് എല്ലാവർക്കും അപ്പവും ചുട്ടിട്ടുണ്ടായിരുന്നു, അപ്പം മുട്ടക്കറിയും. അപ്പോൾ പാത്തുവാണ് പറഞ്ഞത് മുട്ടക്കറി ഇങ്ങനത്തെ മതി, റെഡ് മുട്ടക്കറി വേണ്ട, വൈറ്റ് മുട്ടക്കറി മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് മുട്ടക്കറി ഉണ്ടാക്കിയത്. അങ്ങനെ അവരെല്ലാവരും കഴിച്ച് കിച്ചണിലെ പണികളെല്ലാം അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകിയതുകൊണ്ട് അധികം പാത്രങ്ങളൊന്നുമില്ലായിരുന്നു. എന്നാലും ബാക്കിയുള്ള പാത്രമൊക്കെ കഴിച്ചതിൻ്റെ അമ്മ കഴുകി. ആ സമയം കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലായിടവും ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ ഇവിടെ ഇപ്പോൾ ഭയങ്കര ചൂടാണെന്ന് ഞാൻ പറഞ്ഞില്ല, ചൂട് നമുക്ക് നാട്ടിലെ പോലെ തന്നെ ആയെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ചൂടുണ്ട് ഇപ്പോൾ ബാംഗ്ലൂരും. അപ്പോൾ ഇത് ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നാളെ നോക്കുവാണെങ്കിൽ അതിൽ വെള്ളത്തിൻ്റെ ഒരു അംശം പോലും നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഡെയിലി വെള്ളം ഒഴിക്കേണ്ട അവസ്ഥയാണ്. അത് മാത്രമല്ല ചില ചെടികൾ അങ്ങ് വാടി അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെടികൾക്കെല്ലാം വെള്ളം ഒഴിച്ച് കൊടുത്തു. അതുപോലെ ഇതാ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി എല്ലാം റൂമിലേ ഒന്ന് വിരിച്ചിട്ടുണ്ടായിരുന്നു, റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അങ്ങനെ രാവിലെ തന്നെ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീ ആയി. അപ്പോൾ രാവിലെ എഴുന്നേറ്റത് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട്. അപ്പം അതുപോലെ തന്നെ ഇനി ജോലികളെല്ലാം കഴിഞ്ഞുകൊണ്ട് നമ്മുടേതായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ടൈം കണ്ടെത്താനായിട്ടും പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.